സോഷ്യൽ മീഡിയ പലരും ചോദിക്കുന്നുണ്ട് ഈ പ്രൊഡ്യൂസേഴ്സ് എന്താ പൊട്ടന്മാരാണോ എന്ന്. ഞാനവർ പൊട്ടന്മാരാണെന്ന് പറയത്തില്ല, പക്ഷെ അവരെ ഏതോ ഒരു മായ ലോകത്തിലേക്ക് ഈ രതീഷ് പൊതുവാൾ കൊണ്ടുപോയി. കാരണം രതീഷ് എടുക്കുന്ന പടം വിജയിക്കുന്നുള്ള ഒരു അന്ധവിശ്വാസത്തിലേക്ക് അല്ലെങ്കിൽ അമിത ആത്മവിശ്വാസത്തിലേക്ക് അവർ പോയി. അതുകൊണ്ടായിരിക്കും ആ പടം പൊളിഞ്ഞത്. രതീഷ് എന്നൊക്കെ പറയുന്ന ഞാൻ പറഞ്ഞു എനിക്ക് വളരെ ഇഷ്ടമുള്ള ആളാണ്, പക്ഷേ പറയാതിരിക്കാനൊക്കത്തില്ല. അദ്ദേഹത്തിനോട് വർക്ക് ചെയ്യുന്ന ഇപ്പം ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ സിനിമ തീർന്നപ്പോൾ ലാസ്റ്റിൽ ഒരു മനുഷ്യൻ പോലും പുള്ളിയോട് ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ പുതിയ ടീമിനെ വെച്ച് വേണം വീണ്ടും. എന്നാൽ താൻ കേസുകൂടിനകത്തും അവസാനം വന്നപ്പോൾ അതിലുള്ള ആരുമില്ല. പിന്നെ അതല്ലാതെ പുള്ളിയുടെ ആരും ഒരു ക്യാമറാമാനോ ഒരു അസോസിയേറ്റ് ഡയറക്ടറോ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറോ ആരും ഒരു എഡിറ്ററോ ആരും രണ്ടാമത് നിൽക്കുന്നില്ല. ഞാൻ അങ്ങനെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അങ്ങനെ ആരും കൂടെ നിൽക്കാത്ത ഒരാളെ കണ്ടിട്ടില്ല. അങ്ങനെയുള്ള ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിനുള്ളത്. കുഞ്ഞാലിമരക്കാരന് സംഭവിച്ച അതിൻ്റെ എഡിറ്റിംഗ് ഭയങ്കര പാളിച്ചയായിരുന്നു. കുഞ്ഞാലിമരക്കാർ അതുപോലെ ഹൈപ്പിൽ വന്ന പടമായതുകൊണ്ടാണ് അതിനെപ്പറ്റി സംസാരിക്കുന്നത്. നീരാളി അതിനേക്കാളും മോശമായി വളരെ മോശമായിരുന്നു, പക്ഷെ അത്രയും ആൾക്കാർ സംസാരിക്കുന്നത്. ഏറ്റവും മോശമായി ലാലേട്ടൻ അഭിനയിച്ച 3-4 പടങ്ങളുടെ പേരിനകത്ത് അത് പറയുന്നുണ്ട്. ലാലേട്ടനെ വേണോ, മമ്മൂക്കായെ വേണോ, പൃഥ്വിനെ വേണോ, ദുൽഖറിനെ വേണോ, അല്ലെങ്കിൽ ആസിഫ് അലിയെ വേണോ എന്നൊക്കെ ചിന്തിക്കുന്നത് പ്രൊഡ്യൂസർക്ക് തീരുമാനിക്കാമല്ലോ. അയാൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ അവരെ ഇല്ലാതെ സിനിമ എടുക്കാം. നേരം വാല്യൂ കുറയും, സിനിമയുടെ കച്ചവട വാല്യൂ കുറയും. എങ്കിൽ പോലും ഒരു പരീക്ഷണം എന്തുകൊണ്ട് എടുക്കാൻ വയ്യ? ഷെയ്ൻ നിഗത്തെ വെച്ച് ഇപ്പോൾ എടുക്കുന്ന സിനിമ വളരെ വലിയ ക്യാൻവാസിൽ ഒരു വിട്ടുവീഴ്ച ഇല്ലാതെ, ഞാൻ പറഞ്ഞല്ലോ വലിയ സിനിമകൾ എടുക്കുന്ന പോലെ എടുത്തുകൊണ്ടിരിക്കുന്ന സിനിമ നാളെ പൊളിഞ്ഞു പോയാൽ ആ ഡയറക്ടറെക്കാളും കുറ്റക്കാരൻ എന്ന് പറയുന്നത് പ്രൊഡ്യൂസറായിട്ടുള്ള ഞാനും എൻ്റെ കൂടെ അതിനകത്ത് ഒരു കോ പ്രൊഡ്യൂസറല്ല, ഈക്വൽ പ്രൊഡ്യൂസർ. ഞങ്ങൾ രണ്ടുപേരും ഈക്വലായിട്ടാണ് ആ സിനിമയിൽ പ്രൊഡ്യൂസർ. ബിനു അലക്സാണ്ടർ ജോർജ്, ഞങ്ങൾ രണ്ടും ഉത്തരവാദി. ഞാൻ എപ്പോഴും ബിനുവിനോട് പറയാറുണ്ട്, നാളെ എൻ്റെ ഒരു കാലഘട്ടം കഴിഞ്ഞു സിനിമ കാണുമ്പം ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ അന്നേരം കാണിക്കും ചിലപ്പോൾ ഏഷ്യാനെറ്റ് ഉണ്ടെങ്കിൽ. കാരണം അവർക്ക് ഇപ്പോഴും വാല്യൂ കിട്ടുന്ന പടമാണ്, നമുക്കും പേരുള്ള പടമാണ്. അതിൽ വരുന്നുണ്ട് സന്തോഷ് ടിക്കുറുള്ള പ്രൊഡ്യൂസറാണ്. ഹായ്, നിർമ്മാതാവ് സന്തോഷ് ടിക്കുരുവിളയാണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത്. സർ വെൽക്കം. സിനിമാ മേഖലയിൽ സിനിമാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ നടക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സുരേഷ് കുമാർ പ്രൊഡ്യൂസർ ഒരു പത്രസമ്മേളനം വിളിക്കുകയും അതാണിപ്പോൾ എല്ലായിടത്തും ചർച്ചയാവുകയും ചെയ്യുന്നത്. താരങ്ങളുടെ പ്രതിഫലം കുറയ്ക്കണോ, ലാഭനഷ്ടങ്ങൾ, അതിൻ്റെ കൂടെ തന്നെ ജൂൺ 1 മുതൽ അടച്ചിടുമോ എന്നൊക്കെയുള്ള കാര്യങ്ങളാണല്ലോ എല്ലാ ഇൻ്റർവ്യൂസിലും എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സൂപ്പർ സ്റ്റാർ സിനിമകൾ അടക്കം എടുത്തിട്ടുള്ള ഒരു പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ സാറിന് എന്താ ഈ ഒരു വിഷയത്തിൽ തോന്നിയിട്ടുള്ളത്? ഞാൻ എൻ്റെ നിലപാട് ഇതിനു മുമ്പും വ്യക്തമാക്കിയതാണ്. ഞാൻ സമരത്തിനെതിരാണ്. സമരത്തിനെതിരാണെന്ന് വെച്ചാൽ ഞാനും വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ വളർന്നു വന്ന ആളാണ്. ഒത്തിരി സമരങ്ങൾ ചെയ്തിട്ടുള്ളതാണ്. നീണ്ട സമരങ്ങൾ ചെയ്തിട്ടുണ്ട്, നീണ്ട സത്യാഗ്രഹങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതങ്ങനെയല്ല. ഒത്തിരി ആൾക്കാർ ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. എൻ്റെ കൂടെ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ ഡ്രൈവർമാർ പറയാറുണ്ട്, ഈ സിനിമയിലെ ലൈറ്റ് ബോയ്സും അങ്ങനെ അവിടെ ജോലി ചെയ്യുന്നവരുടെ ജോലി എന്ന് പറയുന്നത് പുറത്തുനിന്ന് വിചാരിക്കും ആൾക്കാർ ഭയങ്കര സുഖകരമാണ്. പക്ഷെ അവരെടുക്കുന്ന ആ ലോഡും എടുക്കുന്ന ടൈമും കേൾക്കുന്ന അവരുടെ ബോസുമാരുടെ നിന്ന് കേൾക്കുന്ന തെറിയും എല്ലാം കൂട്ടുമ്പം അവരുടെ ജോലി ഭയങ്കര വലുതാണ്. അവരൊക്കെ ജീവിക്കുന്ന ഈ ഒരു മേഖലയിൽ നിന്ന് നടക്കുന്ന ഇതാണ്. അതും റെഗുലറായിട്ടില്ല. ഇപ്പം എൻ്റെ ഹോട്ടലിൽ ജോലി ചെയ്യുന്ന ജോലിക്കാർ അവർക്ക് 365 ദിവസം ജോലിയുണ്ട്, അല്ലെങ്കിൽ എൻ്റെ കൺസ്ട്രക്ഷൻ കമ്പനി ജോലി ചെയ്യുന്ന 365 ദിവസം ജോലിയുണ്ട്. പക്ഷെ ഒരു സിനിമ കഴിഞ്ഞ് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് സിനിമ കിട്ടുന്ന ചിലപ്പം 3 മാസം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞൊക്കെയാണ്. ഒരു സമരം എപ്പോഴും അവരെ അങ്ങനെയുള്ള ആൾക്കാരെ ഇതിലേക്ക് ദാരിദ്ര്യത്തിലേക്ക് കൊണ്ടുപോകും. അതുമാത്രമല്ല, ഈ ഒരു സമരം കൊണ്ട് നേടിയെടുക്കാനൊക്കെ ഒന്നും ആവശ്യങ്ങളില്ല. കാര്യം താരങ്ങളുടെ പ്രതിഫലം തീരുമാനിക്കുന്നത് സമരം നടത്തിയാൽ അവർ കുറയ്ക്കത്തൊന്നുമില്ല. അവരുമെല്ലാം പ്രൊഡ്യൂസേഴ്സാണ്. രണ്ടാമത് വിനോദ നികുതി എന്നുള്ള കാര്യം ഞാൻ ഗവൺമെൻറ്റിൻ്റെ ഒരു നയരൂപീകരണ കമ്മിറ്റി മെമ്പറാണ്. കഴിഞ്ഞ ദിവസം എല്ലാ ഗവൺമെൻറ് സെക്രട്ടറിമാരും ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷയും ഞങ്ങളുമായിട്ട് മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഞാനും പത്മപ്രിയയും നിഖില വിമലുമാണ് ഹേമ കമ്മിറ്റി. അത് മാത്രമല്ല, സിനിമയെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളെല്ലാം ചർച്ച ചെയ്തു. നല്ല ഒരു 4-5 മണിക്കൂറത്തെ നല്ല ചർച്ചയായിരുന്നു. അങ്ങനെ പല നല്ല തീരുമാനങ്ങളും അതിൽ നിന്ന് ഉണ്ടാകാൻ സാധ്യത നമ്മൾ കാണുന്നുണ്ട്. കാര്യം അതുപോലെ അവർ പഠിച്ചാണ് ആ മീറ്റിങ്ങിന് വന്നത്. ഓരോ ലോ സെക്രട്ടറി ആയാലും ലേബർ സെക്രട്ടറി ആയാലും ഒക്കെ ഓരോന്നും അവരെല്ലാം ഓരോ ഭാഗങ്ങൾ പഠിച്ചിട്ടാണ് വന്നത്. അതുകൊണ്ട് എനിക്കതിൽ നല്ല പ്രതീക്ഷയുണ്ട്. അതൊന്നും സമരം കൊണ്ട് തീരുന്ന വിഷയങ്ങളല്ല ഇപ്പം നമ്മൾ ഈ പറയുന്ന വിഷയങ്ങൾ പലതും. ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്താ അഭിപ്രായം ഉള്ളത്? അതായത് താരങ്ങളുടെ ശമ്പളം കുറയ്ക്കുക എന്നുള്ളൊരു കാര്യം. ഈ താരങ്ങളുടെ ശമ്പളം കുറയ്ക്കുക എന്നുള്ളത് എപ്പോഴും ഒരു പ്രൊഡ്യൂസർ എന്ന രീതിയിൽ ശമ്പളമൊക്കെ കുറച്ച് കിട്ടിയാൽ നല്ലത് എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ ഒരു ആവശ്യമുള്ള സാധനമാണ്. ഇപ്പോൾ ഒരു താരവും ഒരു പ്രൊഡ്യൂസറുടെ പുറകെ ചെന്ന് ഒരു സിനിമ എടുക്കാവോ എന്ന് ചോദിക്കുന്നില്ല. പ്രൊഡ്യൂസറാണ് താരത്തിൻ്റെ പുറകെ പോകുന്ന ഒരു എടുക്കാമോ. നേരെ അങ്ങോട്ട് പോകുന്ന ആൾക്കാരോട് ചോദിക്കുന്ന, അല്ലെങ്കിൽ അവരെ വേണ്ടെന്ന് നോക്കണം, അവരില്ലാതെ സിനിമ എടുക്കണം.
അതല്ലാതെ അവരുടെ ശമ്പളം കുറയ്ക്കണം. ഇതൊക്കെ പറയുമ്പം വളരെ ഈസിയാണ്. ഇതൊക്കെ ഇങ്ങനെയുള്ള ആൾക്കാർ, ഈ പറയുന്ന ആൾക്കാരെല്ലാവരും വിചാരിക്കണം ഇവരെ ഒന്നും വെച്ച് സിനിമ എടുക്കുന്നില്ല എന്ന് വിചാരിച്ചാൽ ചിലപ്പം കുറഞ്ഞിരിക്കും. എങ്കിലും അവർക്ക് തന്നെ സിനിമ എടുക്കാം. അവർക്കും പ്രൊഡക്ഷൻ കമ്പനി ഉണ്ട്. ഇത് ഒരു ജനാധിപത്യ രാജ്യമാണ്. എല്ലാവർക്കും ബിസിനസ് ചെയ്യാനുള്ള അവകാശമുണ്ട്. അവർക്കും കമ്പനി ഉണ്ട്. അവർ ചെയ്യും അത് തീർച്ചയായിട്ടും. ഈ ഒരു ഫണ്ട് ഇറക്കുന്നവരുണ്ടല്ലോ ഇതിന് പുറമെ, പ്രൊഡ്യൂസേഴ്സ് ലേബലിൽ നമ്മളൊന്നും കാണാത്ത ഒരുപാട് പേരുണ്ട്. അവരിതിന്ന് പിന്തിരിപ്പിക്കുകയല്ലേ ഇപ്പൊ പുറത്തുള്ള ആളുകളെ? ഇത് തീർച്ചയായിട്ടും ആ സ്റ്റേറ്റ്മെന്റിനോട് എനിക്കുണ്ടായ വിയോജിപ്പ് തന്നെ അതാണ്. കാരണം നമുക്കറിയാവുന്ന 2 പ്രൊഡ്യൂസേഴ്സ്, ഇപ്പം ഞാനൊരു NRI ആണ്. ഞാൻ പുറത്തു നിന്ന് പൈസ എടുത്തല്ല നമ്മൾ സിനിമ എടുക്കുന്നത്. ഒരു പലിശയ്ക്കും പൈസ എടുക്കാറില്ല. പക്ഷെ അതല്ല ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർ 90-95% ആൾക്കാരും പൈസ പുറത്തു നിന്ന് പലിശക്കെടുത്തു പല ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ടുവന്നാണ് സിനിമ എടുക്കുന്നത്. അപ്പോൾ അതിനെ ചിലപ്പം ആൾക്കാർ ഇവർ പറയുന്നുണ്ട് വ്യാമോഹിപ്പിച്ചാണ് കൊണ്ടുവരുന്നത്. ലോകത്തുള്ള ബിസിനസ് എല്ലാം ഇങ്ങനെ തന്നെയാണ്. ഇപ്പം ഞാനൊരു ബിസിനസ് ചെയ്യാൻ പോകുമ്പോൾ എന്നോട് പലരും പറയുന്നത് ആ ബിസിനസ്സിന് ഇപ്പോൾ ഇന്നലെയൊക്കെ ഇന്നലെ ബാംഗ്ലൂരായിരുന്നു, പലരും ബിസിനസ്സിൻ്റെ പ്രപ്പോസലായിട്ട് വരും. പറയുമ്പോഴെല്ലാം ഭയങ്കര ലാഭമാണ്. പക്ഷെ യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പോൾ ഇതൊന്നും ലാഭത്തിലുണ്ടാകുന്ന ബിസിനസ്സല്ല. ഇപ്പം ഇന്നലെ ഒരു 5 കോടി രൂപ മുടക്കുക, 65 ലക്ഷം രൂപ മാസം കിട്ടും. നല്ല ബിസിനസ്, നല്ല ഐഡിയ ഉള്ള ഒരാളാണ് പറഞ്ഞത്. പക്ഷെ ഇത് പറയാൻ ഭയങ്കര എളുപ്പമാണ്, പേപ്പറെ കാണിക്കാൻ എളുപ്പമാണ്. ഇതൊന്നും ഒറിജിനലി വരുന്നതല്ല, ഒരു ബിസിനസ്സിനും വരത്തില്ല. ഇത് തന്നെയാണ് സിനിമ. അന്നേരം ഈ പല ആൾക്കാരുടെ കൂടെയും ഫണ്ട് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന പല പ്രൊഡ്യൂസേഴ്സും പല ഇൻവെസ്റ്റേഴ്സും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ പേടിച്ചു പോകും. ഇനി അവർക്ക് പേടിയില്ല, അവരുടെ വീട്ടുകാർ അവരെ പേടിപ്പിച്ച് മാറ്റും. എന്തിനാവശ്യമില്ലാത്ത കാര്യത്തിന് പോകുന്നു. ഒന്നാമത് ഞാൻ പറഞ്ഞില്ലേ, ഈ സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഒത്തിരി അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നതും അതിനെപ്പറ്റി മോശമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതും അവനവന് തോന്നുന്ന ഭാവനയിലാണ് സിനിമയെ പലരും വ്യാഖ്യാനിക്കുന്നത്. ഞാൻ കേൾക്കാറുണ്ട് ഇങ്ങനെ ആൾക്കാർ പറയുന്നത്. അവർക്ക് തോന്നുവാണെങ്കിൽ സിനിമ എങ്ങനെയാണ്, അതാണ് ഇതാണ് പറയുകയാണ്. ഇവരൊന്നും ഇത് യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുന്നില്ല. എന്താണ് സിനിമ, എന്തുമാത്രം ആൾക്കാരുടെ കഷ്ടപ്പാടാണ് സിനിമ, എന്തുമാത്രം ആൾക്കാരുടെ പണമാണ് സിനിമ. അന്നേരം ഇതൊന്നും ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് ഇങ്ങനെയുള്ള ഒരു ഇൻഡസ്ട്രിയെ പറ്റി വീണ്ടും അതിലുള്ളവർ വീണ്ടും മോശമായിട്ട് പറയുമ്പോൾ ബാക്കിയുള്ളവർക്കും കൂടെ ഇതിലുള്ള വിശ്വാസം നഷ്ടപ്പെടും. നമ്മുടെ ഒരു അവസാന വാക്കായിരിക്കും പലപ്പോഴും സമരം, അടച്ചിടൽ എന്നൊക്കെ ഉള്ളത് അല്ലേ? അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് പോകാൻ മാത്രം മലയാള സിനിമയിൽ പ്രതിസന്ധി ഉണ്ടോ? മലയാള സിനിമയിൽ എന്താ പ്രതിസന്ധി എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇപ്പോഴും. കാരണം ഇഷ്ടംപോലെ സിനിമകൾ എടുക്കുന്നുണ്ട്, ഒത്തിരി സിനിമകൾ പുറത്തിറങ്ങാറില്ല. ഇന്നലെയും ഉണ്ടായ വിഷയങ്ങളല്ല, ഇതൊക്കെ പണ്ട് തൊട്ടേ താരങ്ങൾ ചെറിയ പ്രതിഫലം മേടിക്കുന്ന സമയത്തും ഇറങ്ങാതെ പോയ സിനിമകളുണ്ട്, തിയേറ്റർ കാണാതെ പോയ പടങ്ങളുണ്ട്. ഇപ്പം അതുമൊക്കെ ആയിട്ട് നോക്കുമ്പോൾ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. OTT ഉണ്ട്, സാറ്റലൈറ്റ് ഉണ്ട്, മ്യൂസിക് റൈറ്റ്സ് നല്ല വിലയുണ്ട്, ഔട്ട്സൈഡ് കേരള മാർക്കറ്റ് ഉണ്ട്. പണ്ടൊന്നും ഈ മാർക്കറ്റൊന്നും ഇല്ല. ഇപ്പം ഏതൊക്കെ പടം നമ്മൾ ഹിന്ദിയിൽ ഡബ് ചെയ്തും തെലുങ്കിൽ ഡബ് ചെയ്തും ഇപ്പം മാർക്കോ ഹിന്ദിയിൽ നന്നായിട്ട് കാശുണ്ടാക്കിയില്ലേ. മഞ്ഞുമേൽ ബോയ്സ് തമിഴിലും തെലുങ്കിലും നല്ല പൈസ ഉണ്ടാക്കി. നമ്മുടെ പ്രേമലു തെലുങ്കിലും നല്ല പൈസ ഉണ്ടാക്കി. എന്തുമാത്രം പടങ്ങൾ പൈസ ഉണ്ടാക്കുന്നുണ്ട്. ഞാനൊരു ബിസിനസ്സുകാരൻ എന്ന രീതിയിൽ ഞാൻ പറഞ്ഞു, പുതിയ ഓപ്പർച്യൂണിറ്റികൾ നമ്മൾ കണ്ടുപിടിക്കണം. ഓപ്പർച്യൂണിറ്റികൾ കണ്ടുപിടിച്ചാൽ ഇതൊന്നും നമുക്ക് പ്രശ്നമല്ല. പിന്നെ നമുക്ക് വേണമെങ്കിൽ ലാലേട്ടനെ വേണോ, മമ്മൂക്കായെ വേണോ, പൃഥ്വിനെ വേണോ, ദുൽഖറിനെ വേണോ, അല്ലെങ്കിൽ ആസിഫ് അലിയെ വേണോ എന്നൊക്കെ ചിന്തിക്കുന്നത് ആ പ്രൊഡ്യൂസർക്ക് തീരുമാനിക്കാമല്ലോ. അയാൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ അവരെ ഇല്ലാതെ സിനിമ എടുക്കാം. അന്നേരം വാല്യൂ കുറയും, സിനിമയുടെ കച്ചവട വാല്യൂ കുറയും. എങ്കിൽ പോലും ഒരു പരീക്ഷണം എന്തുകൊണ്ട് എടുക്കാൻ വയ്യ? അന്നേരം ഇതൊക്കെ എടുത്താണ് പോകേണ്ടത്. ഈ പ്രതിസന്ധി ഇന്നല്ല, സിനിമ തുടങ്ങിയ കാലഘട്ടം മുതലുള്ള പ്രതിസന്ധിയാണ് ഇപ്പോഴും ഉള്ളൂ. മനസ്സിലായില്ലേ? ഇതിന്റെ ഇടയ്ക്ക് ഒരു തർക്കമായി വന്നത് ആന്റണി പെരുമ്പാവൂരിന്റെ പോസ്റ്റും അത് ലാലേട്ടൻ ഷെയർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പൃഥ്വിരാജ് അത് അനുകൂലിക്കുന്നു എന്നൊക്കെ പറയുന്നത് വലിയൊരു വേറൊരു വിഷയത്തിലേക്ക് പോകുന്നുണ്ട്. നേരിട്ട് തന്നെ എമ്പുരാന്റെ ബഡ്ജറ്റിനെ പറ്റി സംസാരിക്കുന്നു. അതിനുശേഷം ലിസ്റ്റിൻ സ്റ്റീഫൻ ഒരു പത്രസമ്മേളനം വിളിക്കുന്നു. അപ്പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ അകത്ത് ഇതിനെ സംബന്ധിച്ച് എന്താണ് നടക്കുന്നത്? ഇപ്പം ലിസ്റ്റിന്റെ പത്രസമ്മേളനത്തിന് മുമ്പ് നമ്മുടെ രമേശ് പിഷാരടി പറയുന്നുണ്ട്, ഒരു പ്രീമിയം കാർ മേടിച്ചാൽ അതിന് വില കൂടുതൽ കൊടുക്കണം. അതിനെ ലിസ്റ്റിൻ ഉപമിക്കുന്നത് ബോസാൻകോ എന്ന സിനിമ ഞാൻ എടുത്ത പ്രീമിയർ കാർ പോലെ വീട്ടിലിട്ടിട്ടുണ്ട് എന്ന് പറയും. പണ്ടേ എൻ്റെ ഒരു കൂട്ടുകാരൻ പറയായിരുന്നു, ഈ CLO എന്നുള്ള കാറുണ്ട്, ആ കാർ മേടിച്ചാൽ നമുക്ക് വിൽക്കാൻ ഒക്കത്തില്ല ഒരിക്കലും. എന്നിട്ട് അവൻ എൻ്റെ അടുത്ത് വെച്ചാൽ ഒരു 3000 രൂപ കൊടുത്തൊരു ഡോക്ടറേറ്റ് മേടിച്ചു. ഇന്ന് ഡോക്ടറേറ്റ് മേടിക്കാൻ കിട്ടും. ഡോക്ടറേറ്റ് മേടിച്ചിട്ട് ഡോക്ടർ സ്പെയറിംഗ്ലി യൂസ് കാർ ഫോർ സെയിൽ എന്നിട്ട് കാറ് നല്ല വിലയ്ക്ക് ആൾക്കാർ പോകും. കാരണം ഡോക്ടർ ഉപയോഗിച്ച കാറെന്ന് കേട്ടാൽ ഭയങ്കര വിലയാണ് എന്ന് പറഞ്ഞ പോലെ. ലിസ്റ്റിൻ സ്റ്റീഫൻ എന്ന് പറയുന്ന പ്രൊഡ്യൂസർ മലയാളത്തിലെ ഏറ്റവും മിടുക്കനായിട്ടുള്ള ഭാഗ്യവാനായിട്ടുള്ള പ്രൊഡ്യൂസറാണ്. ട്രാഫിക് തൊട്ട് അദ്ദേഹത്തിൻ്റെ പടങ്ങൾ ARM
എത്ര പൈസ മുടക്കിയ പടമാണ്. നല്ല പൈസ തിരിച്ചും കിട്ടി. നല്ല എന്ന് വെച്ചാൽ ബഡ്ജറ്റൊക്കെ എനിക്ക് 50 കോടി രൂപയുടെ അടുത്ത് ബഡ്ജറ്റ് വന്നെന്ന് തോന്നുന്നു. ചിലപ്പോൾ 50-ന് മുകളിൽ. ഞാൻ പറഞ്ഞിനിയും നാളെ ഇതൊരു തർക്കത്തിലേക്ക് പോകണ്ട. എന്തായാലും നല്ല ബഡ്ജറ്റ് ആയിട്ടുണ്ട്. ആ സിനിമയിൽ നിന്നും പുള്ളിക്ക് കാശ് കിട്ടിയിട്ടുണ്ട്. ട്രാഫിക് പോലെ വലിയ പൈസ മുടക്കാത്ത സിനിമയിൽ നിന്നും പൈസ കിട്ടിയിട്ടുണ്ട്. എന്തുമാത്രം സിനിമ എടുത്ത ആളാണ്. പൃഥ്വിനെ വെച്ച് സിനിമ എടുത്തിട്ടുണ്ട് ഇഷ്ടംപോലെ. നേരെ അദ്ദേഹം പറയാണ് അദ്ദേഹത്തിന്റെ ഒത്തിരി പടങ്ങളിൽ ഒരു പടമാണ് ബോസാൻകോ. അത് പ്രീമിയം കാർ പോലെ വീട്ടിലിരിപ്പുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്ന പോലെ ഈ CLO വിറ്റ പോലെ വിൽക്കാൻ കഴിവുള്ള ആളാണ്. ഡോക്ടർ എന്ന് പറഞ്ഞ് കഴിവുള്ളവരാണ് ഇവർക്കൊക്കെ അങ്ങനെയൊക്കെ പല രീതിയിലൂടെ ചെയ്യാം. അപ്പം ഒരു സിനിമയിൽ നഷ്ടം വന്നു. നഷ്ടമില്ലാത്ത ഒരു ബിസിനസ്സും ലോകത്തിലില്ല. ഇപ്പം തട്ടുകടയായാലും മാടക്കടയായാലും വണ്ടിക്കച്ചവടം ആയാലും വണ്ടി ഓടിക്കുന്നതായാലും എല്ലാം ഒന്നിനും നഷ്ടമില്ലാത്ത ഒരു ബിസിനസ്സും ഇല്ല. നേരം ഇതിൽ ഒരു സിനിമ നഷ്ടമായത് കൊണ്ട് അതിനെ മറ്റേതായിട്ട് കമ്പയർ ചെയ്യാനൊക്കത്തില്ല. പിന്നെ ആന്റണി പെരുമ്പാവൂരിന്റെ സിനിമയുടെ അതെനിക്കൊന്ന് സുരേഷ് ഏട്ടൻ ഇന്നലെ മിനിഞ്ഞാന്നെങ്ങാണ്ട് അത് നടക്കുന്നുണ്ട്. ഒരിക്കലും ഇപ്പം എൻ്റെ സിനിമയുടെ ബഡ്ജറ്റ് വേറൊരാൾ പറയുന്നത് ഒട്ടും ശരിയല്ല. പിന്നെ അവരൊക്കെ വളരെ അടുത്ത് ബന്ധമുള്ളവരാണ്. ചിലപ്പോൾ അങ്ങനെ വല്ല സംസാരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കാണും. അത് പുള്ളി പറഞ്ഞു. പുള്ളിയുടെ ആ വിഷമത്തിൽ പുള്ളി അത് പ്രതികരിച്ചു. അത് ആന്റണി ചേട്ടന് ഇഷ്ടപ്പെട്ടില്ല. അന്നേരം അങ്ങനെ ഉണ്ടായ തർക്കമായിട്ടാകാനാണ് സാധ്യത. ആന്റണി പെരുമ്പാവൂർ അതിൽ പറയുന്നത് KGF എത്രമാത്രം കളക്ട് ചെയ്തു, അല്ലെങ്കിൽ എങ്ങനെ രാജ്യാന്തരമായി അത് പോയി എന്നുള്ളതാ. അതുപോലെ എമ്പുരാനോ അല്ലെങ്കിൽ മറ്റു മലയാള സിനിമകളോ പോവേണ്ടതല്ലേ, അതിനെയല്ലേ എല്ലാവരും പ്രോത്സാഹിപ്പിക്കേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. ഈ നമ്മള് ആന്റണി ചേട്ടൻ മെയിൻ പ്രൊഡ്യൂസറായിട്ട്, ഞാൻ ചെറിയ പ്രൊഡ്യൂസറായിട്ട് എടുത്ത പടം കുഞ്ഞാലി മരയ്ക്കാണ്. അന്ന് മലയാള സിനിമയിൽ 25 കോടി രൂപയുടെ മുകളിൽ പടമില്ല. നമ്മൾ 85 കോടി രൂപ 90 കോടി രൂപ മുടക്കി പടം എടുത്താണ്. നേരം ഇതൊക്കെ ചെയ്യാൻ ഇതിനൊക്കെ മാജിക്കുകൾ കാണിക്കാൻ ആൾക്കാർ വേണം. ഞാനല്ല മാജിക് കാണിച്ചോട്ടെ, ഞാൻ അതിനകത്തൊരു ചെറിയ പ്രൊഡ്യൂസറേ ഉള്ളൂ, കോ പ്രൊഡ്യൂസറാണ്. നേരം മാജിക്കുകൾ കാണിക്കാൻ ആൾ വേണം. ഇത് കാണിച്ചാലേ ആൾക്കാർ ഇപ്പം എന്താ പറയുന്നത്, ഇപ്പം എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഇപ്പം തുണിക്കടകളൊക്കെ ചെറിയ തുണിക്കട, ഇപ്പോഴത്തെ ഇന്ന് ജയലക്ഷ്മിയുടെ ഉദ്ഘാടനമാണ്. ഞാൻ ആ കട പോയി കണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച. എന്താ വലിയ കടയാണ്. അന്നേരം ആ മാജിക്ക് കാണിച്ചാലേ ഇപ്പോൾ അവിടെ കച്ചവടം വരത്തുള്ളൂ. ഇതാണ് എന്ന് വെച്ചാൽ എന്ന് പറഞ്ഞ പോലെ മാജിക് ആരെങ്കിലും കാണിക്കണ്ടേ. അത് ആന്റണി പെരുമ്പാവൂരിനെ പോലുള്ളവർ കാണിച്ചു. അങ്ങനെ മാജിക്ക് കാണിച്ചാണ് ബാഹുബലി, KGF. ബാഹുബലി തെലുങ്കാന്ന് വിചാരിക്കാം. KGF കന്നഡം മലയാളത്തെക്കാളും ചെറിയ മാർക്കറ്റാണ്. ആ മാർക്കറ്റിൽ ഇന്നൊരു സിനിമ ലോകം മുഴുവനും വരാൻ കാരണം അതിന് ധൈര്യപ്പെട്ടതുകൊണ്ടാണ്. എന്നാൽ മാത്രമേ സിനിമ എല്ലാവരും അറിയത്തുള്ളൂ. മലയാളം പടത്തിന് വില കിട്ടണമെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞു, ഈ കഴിഞ്ഞ ഒരു 2-3 കൊല്ലമായിട്ട് നമുക്കറിയാം പലയിടത്ത് ചെല്ലുമ്പോൾ മലയാള സിനിമയ്ക്ക് നല്ല വിലയാണ്. വില ഉണ്ടാകാൻ കാരണം ഇതുപോലുള്ള വലിയ പടങ്ങൾ എടുത്ത് മഞ്ഞുമൽ ബോയ്സ് തന്നെ 20 കോടി രൂപർക്ക് മേളിലവർക്ക് ചെലവായി. അത് വലിയ അത് ആ ക്രൂ, അന്നത്തെ ക്രൂവിനെ വെച്ച് 20 കോടി രൂപ എന്ന് വെച്ചാൽ സൗബിനും ബാസിയും അഭിനയിച്ച ഒരു സിനിമ, അവരഭിനയിച്ച ഏറ്റവും വലിയ സിനിമയായിരിക്കും ആ പടം. 20 കോടി രൂപയായി. ഇപ്പം ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ എടുക്കുന്ന ഷെയ്ൻ്റെ പടം, ഷെയ്ൻ അഭിനയിച്ചേക്കുന്ന ഏറ്റവും വലിയ സിനിമയാണ്. ഇപ്പോൾ ഷെയ്ൻ്റെ പടം ഒരു 10 കോടി 12 കോടിക്ക് മുകളിൽ വന്ന് കാണത്തില്ല. ഇപ്പം നമ്മുടെ പടത്തിന് 10, 22, 23 കോടി രൂപ എന്ന പടമാണ്. എന്ന് വെച്ചാൽ വലിയ ഇത് ആരെങ്കിലും ഇങ്ങനെ കാണിക്കണ്ടേ. കാണിച്ചില്ലെങ്കിൽ എന്നും ഒതുങ്ങി തന്നെ നിൽക്കും. ഇപ്പൊ സൂപ്പർ സ്റ്റാർ സിനിമകൾ എടുത്തിട്ടുണ്ട്, മോഹൻലാൽ മമ്മൂട്ടി സിനിമകൾ തന്നെ എടുത്തിട്ടുണ്ട്, നീരാളിയും കുഞ്ഞാലി മരക്കാർ, ഗാങ്സ്റ്റർ പോലെയുള്ള. ആ സമയങ്ങളിലൊക്കെ ഉള്ള ഒരു പ്രതിഫലം അല്ലെങ്കിൽ അത് അവര് പറയുന്ന ഒരു തുകയിൽ നിന്ന് എപ്പോഴെങ്കിലും ഒക്കെ ഒരു വിട്ടുവീഴ്ച ഉണ്ടായിട്ടുണ്ടോ? ഇപ്പം ഞാൻ മമ്മൂക്ക എന്ന് പറഞ്ഞ ഫിഗർ, എനിക്ക് വന്ന് മമ്മൂക്കായ്ക്ക് ചെറിയൊരു പൈസ എങ്ങാണ്ട് അതിനകത്ത് അവസാനം കൊടുത്തിട്ടില്ലെന്നാണ് എൻ്റെ ഓർമ്മ. ചെറിയ പൈസ നമ്മളോട് ഒരിക്കലും അങ്ങനെ ഒരു എന്താ പറയുന്നത്, ലാലേട്ടൻ നീരാളി അഭിനയിച്ച് കഴിഞ്ഞ് ഇങ്ങോട്ട് പറഞ്ഞൊരു ഇച്ചിരി പൈസ വിട്ടുവീഴ്ച ഇത് വേണ്ട എന്ന് പടം ഇറങ്ങിക്കഴിഞ്ഞ് പറഞ്ഞു. ചെറിയ പൈസ 19 ലക്ഷം രൂപയുടെ കാര്യമാണ്. ഞാൻ പറഞ്ഞു, ഇവരെല്ലാം നല്ല മനസ്സുള്ള ആൾക്കാരാണ്. നമ്മൾ അവരോട് എങ്ങനെ ഇടപെടുന്നതനുസരിച്ചിരിക്കും അവർ തിരിച്ച് ഇങ്ങോട്ടും ഇടപെടുന്നത്. അപ്പം ഞാൻ ഇപ്പം നമ്മുടെ കൂടെ അഭിനയിക്കുന്ന ആൾക്കാരെ ഞാൻ വേണ്ട രീതിയിൽ കാണുന്നില്ല. എന്ന് വെച്ചാൽ അവരെ ട്രീറ്റ് ചെയ്യുന്നില്ല, അവർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. അവർ നമ്മോട് അങ്ങനെ ചെയ്യത്തുള്ളൂ. ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്നാണ്, ഗീവ് ലവ് ആൻഡ് ടേക്ക് ലവ് എന്നാണ്. ഇതാണ് ഇത്. അങ്ങനെ വരും. എനിക്കിവരിൽ നാടിൽ നിന്ന് ഒരു പ്രശ്നം ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. നാരദനിൽ ടൊവിനോയ്ക്കും ഇതുപോലെ അല്ലേ? നാരദനിൽ ടൊവിനോയ്ക്ക് എനിക്ക് 30 ലക്ഷം രൂപ കൊടുക്കാനുണ്ട്. നീലവെളിച്ചത്തിൽ ഞാൻ പ്രൊഡ്യൂസറല്ല, ഞാനിവിടെ തുടങ്ങിയ പടമാണ്. പൈസ ടൊവിനോയ്ക്ക് കൊടുക്കാനുണ്ട്, 10-40 ലക്ഷം രൂപ കൊടുക്കാനുണ്ട്. എനിക്ക് തോന്നുന്നത് നടികർ തിലകത്തിൽ നിന്ന് ടൊവിനോയ്ക്ക് 2 കിട്ടാനുള്ള പൈസയുടെ പകുതിക്ക് മുകളിൽ കിട്ടാനുണ്ട്. ഐഡന്റിറ്റിയിലേക്ക് കിട്ടാനുണ്ട്. പുള്ളി അത് വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ടൊവിനോയുടെ കാര്യത്തിൽ പലതും എനിക്ക് അറിയാൻ കാരണം അദ്ദേഹമായിട്ടുള്ള എനിക്കുള്ള സ്നേഹബന്ധവും ഞാൻ വളരെ ഇഷ്ടപ്പെടുന്ന എൻ്റെ അനിയനെപ്പോലുള്ള ഒരാളാണ്.
അങ്ങനെ അറിയുന്നതാണ്. ഞാൻ പറഞ്ഞില്ല, ഇവരെല്ലാം വിട്ടുവീഴ്ച ചെയ്യുന്നവരാണ്. പക്ഷെ നമ്മൾ എങ്ങനെ അവരോട് ഡീൽ ചെയ്യുന്നതനുസരിച്ചിരിക്കും. ഐഡന്റിറ്റി പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. ഐഡന്റിറ്റിന്റെ പ്രൊമോഷൻ ഈയിടെ ഒരു വിഷയമായിട്ട് ഹെലികോപ്റ്റർ കൊണ്ടുവന്നു അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. അതും ഈ പറഞ്ഞ പോലെ പ്രൊമോഷനും ഒരു ആവശ്യം തന്നെയല്ലേ ഇന്നത്തെ കാലത്ത്? ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു ഇപ്പൊ എന്താ ഇവിടെ ഹയാത്തില് മറ്റേ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് നടക്കുന്നത്. ഈ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് വേണമെങ്കിൽ ഈ മന്ത്രിമാർക്കൊക്കെ ഇവരെയൊക്കെ നേരിട്ട് അവരുടെ ഓഫീസുകളിൽ പോയി വേണമെങ്കിൽ കണ്ടു നടത്താം. ഇത് ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്താൻ കാരണമെന്ന് പറയുന്നത് അതല്ലാത്ത ആൾക്കാരിലേക്കും കൂടെ നമ്മൾ പറയുകയാണ്, ഇതൊരു നല്ല സംസ്ഥാനമാണ്, ഇവിടെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് വെച്ചാൽ ഇതൊക്കെ കാണിക്കുന്ന അതിന് വേണ്ടിയാണ്. എന്ന് വെച്ചാൽ ലോകം മുഴുവൻ അറിയണം ഇങ്ങനൊരു സംഭവം. അതിനിപ്പോൾ ഹയാത്ത് വാടകയ്ക്ക് എടുക്കണം, ഇത്രയും പേരെ ഭക്ഷണം കൊടുക്കണം, ഇത്രയും പേർക്ക് ടേക്ക് കെയർ ചെയ്യണം. അന്നേരം ഇതല്ലാതെയും വരുന്ന സാധനമാണ്. ഇത് ഇങ്ങനെ അറിഞ്ഞാലേ ഉള്ളൂ വേറെ 100 പേര് ഇതിലേക്ക് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യത്തുള്ളൂ. ഇത് എന്ന് പറഞ്ഞ പോലെയാണ് ഇതും ഞാനീ പറഞ്ഞത്. മനുഷ്യനറിയണം, അറിയാതെ ഒരു കാര്യം നടക്കണം. ഈ കുഞ്ഞാലി മരക്കാരന്റെ നേരത്തെ നമ്മൾ സംസാരിച്ചു. അത് ആ സമയത്ത് അല്ലെങ്കിൽ കഴിഞ്ഞ കുറെ വർഷത്തിനിടയിൽ ഏറ്റവും മോശം കേട്ടിട്ടുള്ള ഒരു സിനിമയാണ്. ആഫ്റ്റർ റിലീസും വർഷങ്ങൾക്ക് ഇപ്പുറവും എപ്പോഴും ആളുകൾ പരിഹസിക്കുന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിട്ടുള്ള ഒരു സിനിമയാണ്. കുഞ്ഞാലി മരക്കാരന് എന്താ സംഭവിച്ചതെന്നായിരുന്നു? കുഞ്ഞാലി മരക്കാരന് സംഭവിച്ചു അതിന്റെ എഡിറ്റിംഗ് ഭയങ്കര പാളിച്ചയായിപ്പോയി. കാര്യം കുഞ്ഞാലി മരക്കാർ ഒരു കാര്യമുണ്ട്, പണ്ട് പറയുന്ന പോലെ ഒത്തിരി മാങ്ങ ഉള്ള മാവിനിട്ട് ആൾക്കാർ അറിയത്തുള്ളൂ. കുഞ്ഞാലി മരക്കാർ അതുപോലെ ഹൈപ്പിൽ വന്ന പടമായതുകൊണ്ടാണ് അതിനെപ്പറ്റി സംസാരിക്കുന്നത്. നീരാളി അതിനേക്കാളും മോശമായി, വളരെ മോശമായിരുന്നു. പക്ഷെ അത്രയും ആൾക്കാർ സംസാരിക്കുന്നത്. ഏറ്റവും മോശമായി ലാലേട്ടൻ അഭിനയിച്ച 3-4 പടങ്ങളുടെ പേരിനകത്ത് അത് പറയുന്നുണ്ട്. എങ്കിൽ പോലും ഒരു പരിധിക്ക് അപ്പുറം സംസാരിക്കാത്തതിന്റെ കാരണം അത് ചെറിയ പടമായിരുന്നു. അത് മറന്നു പോകും. നേരം ഈ കുഞ്ഞാലി മരക്കാർ വലിയ സിനിമയാണ്, അത് ഭയങ്കര ഒരു പരീക്ഷണമായിരുന്നു. അതിൻ്റെ എഡിറ്റിങ്ങിലൊക്കെ ഒത്തിരി പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ട്. അതിനകത്തൊക്കെ നല്ല ഒരു ടോപ്പ് എഡിറ്ററെയൊക്കെ ആക്കുമായിരുന്നെങ്കിൽ ചിലപ്പോൾ സിനിമ വീണ്ടും നന്നായി വന്നേനെ. ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ മോഹൻലാൽ സിനിമകൾ വരാനിരിക്കുന്ന ചില പ്രൊജക്റ്റുകളെ സംബന്ധിച്ച് വരെ ഫേസ്ബുക്കിൽ, ഇപ്പോൾ സാറും ഫേസ്ബുക്കിൽ ആക്റ്റീവ് ആയിട്ടുള്ള ആളാണ്, കണ്ടിട്ടുണ്ടാകും പലപ്പോഴും ഒരു ഡീഗ്രേഡിങ് നടക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. കുഞ്ഞാലി മരക്കാരന് അങ്ങനെ ഒരു ഡീഗ്രേഡിങ് ബാധിച്ചിട്ടുണ്ട്? കുഞ്ഞാലി മരക്കാർ ഡീഗ്രേഡ് ചെയ്യുന്ന വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, വളരെ ഞെട്ടിക്കുന്ന രീതി. ഞങ്ങൾ കാഞ്ഞിരപ്പള്ളിയിലൊക്കെ വീടുകളിൽ പോലീസിനായിട്ട് ചെന്നപ്പം ഓരോ വീടുകളിലൊക്കെ ഫുൾ സെറ്റ് ചെയ്ത്, എന്ന് വെച്ചാൽ ഒരു മുറിക്കകത്ത് ഫുൾ സെറ്റ് ചെയ്ത് ഈ സിനിമ നശിപ്പിക്കാൻ വേണ്ടി. അത് മോഹൻലാലിന് എതിരെ എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. കാരണം ചിലപ്പം അല്ല, എനിക്കതേപ്പറ്റി കൂടുതൽ കാര്യം. പക്ഷെ അങ്ങനെ ഭയങ്കരമായിട്ട് ആ കുഞ്ഞാലി മരക്കാരിലുണ്ടായിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതില്ല, ഞാൻ പറഞ്ഞില്ലേ, ഈ വട്ടന്മാർക്ക് ലാഭവും നഷ്ടമില്ലല്ലോ. ഇപ്പൊ ഞാൻ പലപ്പോഴും തീവ്രവാദികളെ പറ്റി ചിന്തിക്കാറുണ്ട്. എന്തിനാണ് ഇവര് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോകുന്നതെന്ന് ചിന്തിക്കാറുണ്ട്. തലയ്ക്ക് ചില സമകാല ബോധമില്ലാത്ത ആൾക്കാർക്ക്, അല്ലെങ്കിൽ ചിലരുണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ല, ചിലർ ഇപ്പം പല കൊലപാതകങ്ങൾ നടത്തുന്നു, പല കാര്യങ്ങൾ നമ്മൾ ഓരോ ദിവസം TV കാണുന്നുണ്ട്. ഇവർക്കൊക്കെ എന്തിനാണെന്ന് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. ഇപ്പം എന്താ പാതി വില തട്ടിപ്പ്, അയാൾക്ക് ഇത് പിടിക്കപ്പെടുന്ന എന്തുകൊണ്ട് മനസ്സിലാകുന്നില്ല. ഇപ്പൊ മോൻസൺ മാവുങ്കില് എന്തുകൊണ്ട്, ഞാൻ പറഞ്ഞു അത് ചിലപ്പം ഇത് പല കാര്യങ്ങളും നമ്മൾ ചിന്തിക്കാറുണ്ട്. എന്തുകൊണ്ട് ഇത് പിടിക്കപ്പെടുമെന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. അങ്ങനെയാണ് ഇത് ആ രീതിയിലേക്ക് എത്തുന്നു. സംവിധായകർ ഇപ്പോൾ പലപ്പോഴും ഒരു സിനിമയിൽ തന്നെ വലിയ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. നല്ല സിനിമയാണെങ്കിൽ സക്സസ് ആയിട്ടുണ്ട്. മുമ്പത്തെ വെച്ച് നോക്കുമ്പോൾ ഈ പറഞ്ഞ മീഡിയ എല്ലാം ഉള്ളതുകൊണ്ട് അവരെ അറിയാം നമുക്ക്. അല്ലെങ്കിൽ പലരും അഭിനയിക്കുന്നുണ്ട്, ഇപ്പോൾ ഫേസും കുറച്ചുകൂടെ അറിയാലോ. അപ്പോൾ അവരുടെ സാലറിയും ഇതുപോലെ വലുതാവുന്നു എന്നുള്ളൊരു ഇത് കേട്ടിട്ടുണ്ട്. സാലറി ഇപ്പോൾ സൂപ്പർ സ്റ്റാർ മാത്രമല്ല, ഏറ്റവും താഴെ തൊട്ടുള്ള ആൾക്കാരുടെ സാലറി, ആർക്കും സാലറി പറയുന്നതിന് ഒരു മടിയുമില്ലാത്ത ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് എല്ലാവർക്കും മാനേജർമാരുണ്ട്. മാനേജർമാരാണ് സംസാരിക്കുന്നത്. രണ്ടാമത് ഒരു ദിവസം 1 ലക്ഷം രൂപ, 2 ലക്ഷം രൂപ, 3 ലക്ഷം രൂപ, 5 ലക്ഷം രൂപ എന്നൊക്കെ പറയാനായിട്ടൊന്നും ഒരു മടിയുമില്ല. കാര്യം ഇതൊരു സൂപ്പർ സ്റ്റാറിൽ മാത്രം ഒതുങ്ങുന്ന, സൂപ്പർ സ്റ്റാറുകളിൽ മാത്രം സുരേഷ് ഏട്ടൻ പറഞ്ഞ പോലെ ഒതുങ്ങുന്ന കാര്യമല്ല. പിന്നെ ഇതൊക്കെ വേണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത് ആ പ്രൊഡ്യൂസറാണ്, ആ ഡയറക്ടറാണ്. ഡയറക്ടർക്കും വേണമെന്ന് 100% തീരുമാനിക്കാനൊക്കെ. കാശ് മുടക്കുന്ന പ്രൊഡ്യൂസർ പറയണം ഒക്കത്തില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഡയറക്ടർക്ക് എന്ത് ചെയ്യാനൊക്കെ. ഞാൻ പറയാറുണ്ട് എൻ്റെ ഡയറക്ടർമാരോട്, എനിക്ക് വേണ്ട ഇതാണെന്ന് ഞാൻ അവരോട് വളരെ ക്ലിയർ ആയിട്ട് ഡിമാൻഡ് ചെയ്യാറുണ്ട്. എനിക്കിതേ പറ്റത്തുള്ളത് പറയാറുണ്ട്. ഇതിൽ തന്നെ ഇപ്പോൾ സുരേഷ് കുമാറിൻ്റെ ആ ഒരു പ്രസ്താവനയിൽ തന്നെ വരുന്നതാണ് സുരേഷിൻ്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ. രതീഷ് പൊതുവാളിൻ്റെ താന് ശേഷം വന്നിട്ടുള്ള ഒരു സ്പിൻ ഓഫ് എന്നുള്ള രീതിയിൽ വന്നിട്ടുള്ള ചിത്രം. അതിൽ അജിത് തലപ്പള്ളിയൊക്കെ അതിൽ ഇൻവോൾവ് ആണ്, പ്രൊഡ്യൂസറാണ്. അപ്പം പുള്ളി എന്ന രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു തൊഴുത്തിലേക്ക് എത്തേണ്ട സാഹചര്യം വന്നു. ഇപ്പോൾ പുള്ളി അതിന് റിപ്ലൈ പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ ഒരു സാഹചര്യത്തിലൊന്നുമല്ല, പക്ഷേ എവിഡൻ്റ് ആണ്, അത്
വിചാരിച്ചതിനേക്കാൾ വലിയ രീതിയിൽ നഷ്ടം സംഭവിക്കുകയോ അല്ലെങ്കിൽ ഒരുപാട് മുടക്കേണ്ടി വരികയും ചെയ്തല്ലോ ബഡ്ജറ്റിനേക്കാൾ എന്നുള്ളത്. അപ്പം സാറിൻ്റെ രതീഷ് പൊതുവാളിൻ്റെ ആദ്യത്തെ സിനിമയും സാറാ ചെയ്യുന്നത്, ഏറ്റവും വലിയ ഹിറ്റായ മൂന്നാമത്തെ സിനിമയും സാറാ ചെയ്യുന്നത്. ഈ ഒരു വിഷയത്തിൽ സാറിന് എന്താ? എൻ്റെ സമയം വലിയ കുഴപ്പമില്ലാഞ്ഞുകൊണ്ടും എൻ്റെ വീട്ടുകാരുടെ ഒക്കെ പ്രാർത്ഥന കൊണ്ടുമായിരിക്കും എൻ്റെ സിനിമയ്ക്കൊക്കെ പുള്ളി തന്ന ബഡ്ജറ്റിന് ഡബിൾ മാത്രമായിട്ടുണ്ട്. പക്ഷേ പാവം അജിത്തിൻ്റെയും ഇമ്മാനുവലിൻ്റെയും പടത്തിന് 4 ഇരട്ടിയായി. ഞാൻ ആ സിനിമ എടുക്കുമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അത് പോകാൻ സമ്മതിക്കത്തില്ലായിരുന്നു വെച്ചാൽ നമ്മൾ ഇടയ്ക്ക് വെച്ചല്ലേ ഈ എപ്പോഴും എല്ലാ പ്രൊഡ്യൂസർമാർക്കും പറ്റുന്ന സംഭവം, ഡയറക്ടർമാർ ആദ്യം വരുമ്പോൾ വളരെ മര്യാദക്കാരായിരിക്കും. ഈ സിനിമ തുടങ്ങിക്കഴിഞ്ഞ് നമ്മൾ ഒരു ഇച്ചിരി പൈസ മുടക്കി കഴിയുമ്പോൾ ഇവരുടെ ഭാവം മാറും, രൂപം മാറും. നമ്മൾ പണ്ട് സമരത്തിനൊക്കെ മുതലായില്ല, നമ്മുടെ സമരത്തിന്റെ രൂപം മാറും, ഭാവം മാറും എന്ന് പറയുന്ന പോലെ. പിന്നെ ഇവർ ഡിമാൻഡിങ് ആവും. പിന്നെ നമ്മൾ 1 കോടി രൂപ മുടക്കി കഴിയും, അല്ലെങ്കിൽ പൈസ കൂടെ മുടക്കി കഴിയുമ്പോൾ പിന്നെ ഇവർക്ക് ഡിമാൻഡിങ് ഇഷ്ടം പോലെ ആകാം. കാരണം ഇവരിട്ടിട്ട് പോയാൽ സിനിമ നിന്ന് പോകും. അന്നേരം പലർക്കും അതിനെ ചോദ്യം ചെയ്യാനുള്ള ധൈര്യം ഇൻഡസ്ട്രിയിൽ കാണിക്കാറില്ല. ഞാൻ പലരും എന്ന് വെച്ചാൽ ഈ വലിയ പ്രൊഡ്യൂസേഴ്സിന്റെ കാര്യമല്ല പറയുന്നത്, നോർമലി ഉള്ള പ്രൊഡ്യൂസേഴ്സിന്, ഇടയ്ക്കുള്ള പ്രൊഡ്യൂസേഴ്സിന്, പുതിയതായിട്ട് വരുന്ന പ്രൊഡ്യൂസേഴ്സിന് ഇതൊന്നും ചോദ്യം ചെയ്യാനുള്ള ശക്തി കാണത്തില്ല. അല്ലെങ്കിൽ അവർക്ക് ഇപ്പം ഈ അജിത്തും ഇമ്മാനുവലും ഒക്കെ ചിന്തിക്കുന്നത് എന്നാൽ താൻ കേസുകളും ആൻഡ്രോയിഡ് കുഞ്ഞപ്പനൊക്കെ പോലെ ഹിറ്റാകാൻ പോകുന്ന അടുത്ത രതീഷിൻ്റെ ഒരു പടം. അന്നേരം പിന്നെ രതീഷിനെ ധൈര്യത്തിൽ വിശ്വസിക്കാമെന്ന് അവർ വിചാരിച്ച് കാണുന്നത് അവരുടെ ബുദ്ധിയില്ലായ്മയാണ്. ഞാൻ ആ സിനിമയുടെ ഞാനിടയ്ക്ക് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, ആ സിനിമയ്ക്കെതിരെ എനിക്ക് വേണമെങ്കിൽ കേസ് കൊടുക്കാൻ നിർത്താം. എനിക്കൊന്ന് ക്യൂവിൻ്റെ ഇൻ്റർവ്യൂവിലായിരുന്നു തോന്നുന്നു ഞാൻ പറഞ്ഞതാണ്. പക്ഷേ ഞാൻ കൊടുക്കത്തില്ല, കാരണം അതിനകത്ത് പ്രൊഡ്യൂസർമാരെ ഓർത്ത്, അതിനകത്ത് ചെയ്യുന്ന ബാക്കി ടെക്നീഷ്യൻസിനെ ഓർത്ത് ഞാൻ ചെയ്യത്തില്ലെന്ന് പറഞ്ഞാണ്. എന്നാലും എന്നെ അജിത്ത് വിളിച്ചാണ്, ഖത്തറിലെ നമ്പറിൽ എന്നെ വിളിച്ചു. എന്താ? ഞാൻ പറഞ്ഞു, അജിത്തെ ഞാനിത്, പക്ഷെ അന്ന് പറഞ്ഞ ബഡ്ജറ്റിനേക്കാളും വീണ്ടും 4-5 കോടി രൂപയാണ് വീണ്ടും കൂടും. അന്നേരം അപ്പോൾ സോഷ്യൽ മീഡിയ പലരും ചോദിക്കുന്നുണ്ട്, ഈ പ്രൊഡ്യൂസേഴ്സ് എന്താ പൊട്ടന്മാരാണോ എന്ന്. ഞാനവർ പൊട്ടന്മാരാണെന്ന് പറയത്തില്ല, പക്ഷെ അവരെ ഏതോ ഒരു മായ ലോകത്തിലേക്ക് ഈ രതീഷ് പൊതുവാൾ കൊണ്ടുപോയി. കാരണം രതീഷ് എടുക്കുന്ന പടം വിജയിക്കുന്നുള്ള ഒരു അന്ധവിശ്വാസത്തിലേക്ക്, അല്ലെങ്കിൽ അമിത ആത്മവിശ്വാസത്തിലേക്ക് അവർ പോയി. അതുകൊണ്ടായിരിക്കും ആ പടം പൊളിഞ്ഞു. ഈ പറഞ്ഞ പോലെ സ്റ്റാർ വാല്യൂ അതിനില്ല, അല്ലെങ്കിൽ തന്റെ സ്പിൻ ഓഫ് ആയിരിക്കെങ്കിലും ഈ ഒരു നമുക്കറിയാലോ, അപ്പോൾ ഒരു ഫേസ് വാല്യൂ എന്നൊക്കെ പറയുന്നതിന്റെ ഒരു ബുദ്ധിമുട്ട് അതിൽ നിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒന്നും ഇരിക്കുമ്പോഴും നമുക്ക് ഇത്രയും ബഡ്ജറ്റിലേക്ക് പ്രൊഡ്യൂസറിന് തീരെ കൺട്രോൾ ഇല്ലാണ്ടാവുക. ഒരു കൺട്രോളും ആ സിനിമയിൽ ഉണ്ടായിട്ടില്ല. ആ സിനിമയിലെ സെറ്റുകളിൽ നടന്ന പല കാര്യങ്ങളും ഇപ്പം എനിക്ക് ഇന്റർവ്യൂവിൽ പറയാനൊക്കത്തില്ല. ഞാൻ അറിഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാർ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, രതീഷ് എന്നൊക്കെ പറയുന്ന, ഞാൻ പറഞ്ഞ എനിക്ക് വളരെ ഇഷ്ടമുള്ള ആളാണ്, പക്ഷേ പറയാതിരിക്കാനൊക്കത്തില്ല. അദ്ദേഹത്തിനോട് വർക്ക് ചെയ്യുന്ന, ഇപ്പം ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ സിനിമ തീർന്നപ്പോൾ ലാസ്റ്റിൽ ഒരു മനുഷ്യൻ പോലും പുള്ളിയോട് ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ പുതിയ ടീമിനെ വെച്ച് വേണം വീണ്ടും. എന്നാൽ താൻ കേസുകൂടിനകത്തും അവസാനം വന്നപ്പോൾ അതിലുള്ള ആരുമില്ല. പിന്നെ പുള്ളി സാധാരണ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ പുള്ളി നല്ല റൈറ്ററാണ്. ഞാൻ പറഞ്ഞില്ലേ, പുള്ളി വെറുതെ സിനിമ ഷൂട്ട് ചെയ്തിടയ്ക്ക് ഒരു നല്ല തമാശ കേട്ട പുള്ളി അപ്പം തന്നെ ഒരു ബുക്കിൽ കുറിച്ചു പോകും. അതുകൊണ്ട് പുള്ളിയുടെ ഇഷ്ടം പോലെ സ്ക്രിപ്റ്റ് ഇരിപ്പുണ്ട്. അതുകൊണ്ട് പുള്ളി പലരും അസോസിയേറ്റ് ഡയറക്ടേഴ്സിനും പുള്ളിക്ക് കൂടെ കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്. എൻ്റെ അടുത്ത സ്ക്രിപ്റ്റ് നിനക്ക് സിനിമ ചെയ്യാൻ തരാം എന്ന് പറഞ്ഞ് നിർത്താറുണ്ട്. അതല്ലാതെ പുള്ളിയുടെ ആരും, ഒരു ക്യാമറാമാനോ, ഒരു അസോസിയേറ്റ് ഡയറക്ടറോ, ഒരു അസിസ്റ്റന്റ് ഡയറക്ടറോ, ആരും, ഒരു എഡിറ്ററോ ആരും രണ്ടാമത് നിൽക്കുന്നില്ല. ഞാൻ അങ്ങനെ ഒരു മനുഷ്യനെ ജീവിതത്തിൽ അങ്ങനെ ആരും കൂടെ നിൽക്കാത്ത ഒരാളെ കണ്ടിട്ടില്ല. ഇപ്പം എൻ്റെ ഈ സിനിമയ്ക്കകത്ത് ഞാനൊരു ഇപ്പം ഷെയ്നികത്തിൻ്റെ പടത്തിൽ പുതിയ ഡയറക്ടറാണ്. ആദ്യമായിട്ടാണ് പുള്ളി, ഒരു ചീഫ് അസോസിയേറ്റ് പോലും ആയിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ പടത്തിൽ എനിക്ക് വിശ്വാസമുള്ള അസോസിയേറ്റ് ഡയറക്ടേഴ്സിനെ വെക്കാൻ വേണ്ടി ഞാൻ 2 പേരോട് ചോദിച്ചപ്പം ഒരാൾ പറഞ്ഞത്, ഈ രതീഷിൻ്റെ കൂടെ എനിക്ക് അടുത്ത പടത്തിൽ വർക്ക് ചെയ്യണം, പക്ഷെ രതീഷ് എനിക്കൊരു സ്ക്രിപ്റ്റ് ഡയറക്റ്റ് ചെയ്യാൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതിനുവേണ്ടി മാത്രം വർക്ക് ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞു. പക്ഷെ അവർ തമ്മിൽ 2 ദിവസം കഴിഞ്ഞ് പിണങ്ങി പിരിഞ്ഞ് പോയി. അന്നേരം അങ്ങനെയുള്ള ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിനുള്ളത്. അതുകൊണ്ടായിരിക്കും ഇപ്പം ഞാൻ അദ്ദേഹത്തെ ക്രിട്ടിസൈസ് ചെയ്താൽ, ഇപ്പം ഇങ്ങോട്ട് ഇന്റർവ്യൂവിന് വന്നപ്പോൾ എൻ്റെ വൈഫും പിള്ളേരൊക്കെ പറയും, ഡാഡി ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും അവിടെ പോയി സംസാരിച്ചേക്കല്ല എന്ന്. പക്ഷെ പറയാതിരിക്കാനൊക്കെ തന്നെ ആ അജിത്തിൻ്റെയും ഇമ്മാനുവലിൻ്റെ ഒക്കെ കാര്യങ്ങൾ ചിന്തിക്കുമ്പം, ഇല്ലെങ്കിൽ ബാക്കി യൂണിറ്റിലുള്ള ആൾക്കാരും ബാക്കി ടെക്നീഷ്യൻസും അനുഭവിക്കുന്ന ബുദ്ധിമുട്ട്, എനിക്ക് പേഴ്സണലി പറയുന്ന വലിയ ബുദ്ധിമുട്ടുകളൊന്നും അനുഭവിച്ചിട്ടില്ല. ഒരു ഘട്ടത്തിൽ അനുഭവിച്ചപ്പോൾ ഞാൻ പുള്ളിയോട് വ്യക്തമായിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് എൻ്റെ സിനിമ ഇട്ടിട്ട് പോകാം, നിങ്ങൾ ഇട്ടിട്ട് പോയാലും ഞാൻ ഈ സിനിമ തീർക്കും, പുറത്തിറക്കും.
ചിലപ്പം നിങ്ങൾ വിചാരിച്ച പോലെ ഹിറ്റാകത്തില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്കതൊരു പേടിയല്ല എന്ന് പറഞ്ഞ് അവിടെ അങ്ങനെ ആക്കിയിട്ടുണ്ട്. അത് പറയാനുള്ള ധൈര്യം ചിലപ്പോൾ ഇവർക്ക് കണ്ടു കാണത്തില്ല. അതുകൊണ്ടായിരിക്കും ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞത് തന്നെ പലരും കൂടെ വർക്ക് ചെയ്ത ആളുകളുടെ പുള്ളി തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, ഞാൻ ഇങ്ങനെയാ ബിഹേവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബാത്റൂമിൽ പോകാൻ പോലും സമ്മതിക്കില്ല, അല്ലെങ്കിൽ അങ്ങനെ എന്തൊക്കെയോ കുറേ സംസാരങ്ങൾ കേട്ടിട്ടുണ്ട്. പുള്ളിയുടെ ഒരു ഇന്റർവ്യൂ എന്നുള്ള രീതിയിൽ തന്നെ ബൈറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ആളുകൾ പറയുന്നത് അത്രയും ടോക്സിക് ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നതെന്നും അത്രയും ക്രൂവലായിട്ടാണെന്നുമാണ് ഒരു. അപ്പൊ അതിലൊരു പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ നമുക്കിതിൽ ഇടപെടേണ്ട സാഹചര്യങ്ങൾ വരില്ലേ? ആ ഡയറക്ടറെ വെച്ചല്ലേ ഇപ്പം പ്രൊഡ്യൂസർ അസോസിയേഷന്റെ നേതാവ് സിനിമ അടുത്ത ചോദിക്കാനായിരുന്നു. അദ്ദേഹത്തിന്റെ കഥകളെല്ലാം ഞാൻ ഇദ്ദേഹത്തോട് പണ്ട് പറഞ്ഞിട്ടുള്ളതാണ്. ഞങ്ങൾ വലിയ സുഹൃത്തുക്കളാണ്. അദ്ദേഹമാണ് എൻ്റെ ഇന്നലത്തെ കേസോട് റിലീസ് ചെയ്ത് ഞാൻ ആ സമയത്ത് പറഞ്ഞിട്ടുള്ള. പക്ഷേ എന്തിനാ വീണ്ടും എടുക്കാൻ പോയി? ഇതെല്ലാം ഞാൻ പറഞ്ഞു, ഇതൊരു ബിസിനസ്സാണ്. ഇത് മനുഷ്യനിൽ എപ്പോഴും പ്രതീക്ഷകളുണ്ടാവും. പിന്നെ ഇതിനകത്ത് ഈ ഞാനൊരു ബിൽഡിങ് പണിതപ്പം എന്നോട് അവിടെ വന്ന ഒരാൾ പറഞ്ഞു, ഈ സ്റ്റെപ്പ് പണിയുമ്പം ലാഭം നഷ്ടം എന്നുണ്ട്. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കേൾക്കുന്ന എൻ്റെ ഈ 53 കഴിഞ്ഞുമല്ലോ ഒരു സ്റ്റെപ്പ് പൊളിച്ച് കളയണം എന്ന് പറഞ്ഞു. അന്നേരം നമ്മുടെ ഒരു സ്ഥാപനത്തിൻ്റെ അത് ഞാൻ പറഞ്ഞു, എന്നാൽ പിന്നെ പൊളിച്ച് കളഞ്ഞോളാൻ പറഞ്ഞു. പൊളിച്ച് കളഞ്ഞിട്ട് ലാഭവും നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ പോലെ ചിലപ്പം ലിസ്റ്റിനും ചിന്തിച്ച് കാണും. ആൻഡ്രോയിഡിനിപ്പം വിജയമായിരുന്നു, രണ്ടാമത്തെ പോരായിരുന്നു. പിന്നെ എന്നത്തെ കേസോട് വിജയിച്ചു, നാലാമത്തെ പൊളിഞ്ഞു പോയി. അപ്പോൾ അഞ്ചാമത്തെ വിജയിക്കുന്ന വെച്ചായിരിക്കും ലിസ്റ്റിൻ പോയത്. പക്ഷെ ലിസ്റ്റിനൊക്കെ ഭയങ്കര ബുദ്ധിമാനായിട്ടുള്ള പ്രൊഡ്യൂസറാണ്, വിട്ടുവീഴ്ചകളൊന്നും ഇല്ലാത്ത പ്രൊഡ്യൂസറാണ്. നല്ല ഈ സിനിമയിൽ ഇതുപോലെ അറിവും എത്ര വലിയ സിനിമകൾ എടുത്താൽ നേരം എന്തെങ്കിലുമൊക്കെ അദ്ദേഹം കണ്ടു കാണും. ഈ ആൻഡ്രോയിഡ് കുഞ്ഞപ്പന്റെ ബഡ്ജറ്റ് 2-ൽ നിൽക്കേണ്ടത് 5-ലേക്ക്, 270. അതേപോലെ നാത്താൻ 5.5-ൽ നിൽക്കേണ്ടത് 9.5-ആയി, മറ്റേത് 270 5.5-ആയി. ഒരു ഡയറക്ടർക്ക് നമുക്ക് ബഡ്ജറ്റിൽ എന്തായാലും ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ ഏകദേശം ഒരു ധാരണ ഇപ്പൊ ഒരു സിനിമ വരുന്ന ഡയറക്ടർക്ക് പ്രത്യേകിച്ചും വേണ്ടതല്ല. ഒരു പ്രൊഡ്യൂസറുടെ മേലേക്ക് അത്രയും നമ്മളൊരു ബേർഡൻ കൊടുക്കുക എന്ന് പറയുമ്പോൾ അല്ല, അതിപ്പം ഡയറക്ടർക്ക് ചിലപ്പം ധാരണ മനസ്സിൽ പ്രൊഡ്യൂസറെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞായിരിക്കും. അത് മനസ്സിലാക്കാനൊക്കെ എന്നെ പോലുള്ള പ്രൊഡ്യൂസേഴ്സ് മണ്ടന്മാരാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇപ്പം ഞാൻ എടുത്ത പെണ്ണും പൊറോട്ടും നല്ല സിനിമ പുതുമുഖങ്ങളെയും 10-400 മൃഗങ്ങളെയും വെച്ചെടുത്തേക്കുന്ന സിനിമയാണ്. ആ സിനിമ പൊളിഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നത് ആ ഡയറക്ടറെക്കാളും അതിൻ്റെ ഉത്തരവാദിത്വം എനിക്കുള്ളതാണ്. കാരണം ഞാൻ എന്തിനാ റിസ്ക് എടുക്കാൻ പോയത്? ഷെയ്ൻ നിഗത്തെ വെച്ചെടുക്കുന്ന ഇപ്പോൾ എടുക്കുന്ന സിനിമ വളരെ വലിയ ക്യാൻവാസിൽ ഒരു വിട്ടുവീഴ്ച ഇല്ലാതെ, ഞാൻ പറഞ്ഞല്ലോ, വലിയ വലിയ സിനിമകൾ എടുക്കുന്ന പോലെ എടുത്തുകൊണ്ടിരിക്കുന്ന സിനിമ നാളെ പൊളിഞ്ഞു പോയാൽ ആ ഡയറക്ടറെക്കാളും കുറ്റക്കാരെന്ന് പറയുന്നത് പ്രൊഡ്യൂസറായിട്ടുള്ള ഞാനും എൻ്റെ കൂടെ അതിനകത്ത് ഒരു കോ പ്രൊഡ്യൂസർ അല്ല, ഈക്വൽ പ്രൊഡ്യൂസറാണ്. ഞങ്ങൾ രണ്ടുപേരും ഈക്വലായിട്ടാണ് ആ സിനിമയിൽ പ്രൊഡ്യൂസ് ചെയ്തത്. ബിനു അലക്സാണ്ടർ ജോർജ്, ഞങ്ങൾ രണ്ടും ഉത്തരവാദി. ഞാൻ എപ്പോഴും ബിനുവിനോട് പറയാറുണ്ട്, നമ്മൾ എടുത്തു വെക്കുന്ന ബാധ്യതകളാണ് ഇത് പലതും. ഇപ്പം രതീഷ് 270 പറഞ്ഞപ്പം എൻ്റെ മനസ്സിൽ 3-3.25 ഉണ്ടായിരുന്നു നമ്മൾ കണക്ക് കൂട്ടിയപ്പം. പിന്നെ രതീഷിൻ്റെ വർക്ക് അതിനകത്തൊക്കെ വളരെ പെർഫെക്റ്റ് ആണ്. അതിനകത്തൊക്കെ ഞാനതിന് ആ ബഡ്ജറ്റിനെ പറ്റി ഒരിടത്തും ഞാൻ പരാതി പറഞ്ഞിട്ടില്ല കേട്ടോ, കൂടിയെന്നേ പറഞ്ഞിട്ടില്ല. കാര്യം സിനിമ ഇറങ്ങുന്നതിന് മുമ്പുള്ള ഇൻ്റർവ്യൂവിലൊക്കെ ഒന്നും ഞാൻ അതിനെപ്പറ്റി പരാതി പറഞ്ഞിട്ടില്ല. പക്ഷെ ഈ സുരേഷും സുമലതയും അല്ലേ, പ്രണയ, അതിന്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും ന്യായീകരിക്കാനൊക്കാത്ത സാധനം. ആൻഡ്രോയിഡിന്റെ ബഡ്ജറ്റും അല്ലെങ്കിൽ ആൻഡ്രോയിഡിന്റെ ലാഭത്തിനെ കുറിച്ച് അങ്ങനെ കേട്ടിട്ടില്ല. എന്നാത്താൻ പിന്നെയും നമ്മൾ സംസാരിച്ച് കേട്ടിട്ടുണ്ട്. ആൻഡ്രോയിഡ് എങ്ങനെയായിരുന്നു? ആൻഡ്രോയിഡും ഒരു മര്യാദക്കുള്ള ലാഭം കിട്ടിയതാണ്. ഭയങ്കരമായി നമുക്ക് നല്ല പേരുണ്ടാക്കിയ സിനിമയാണ്. ഇപ്പോഴും ഏഷ്യാനെറ്റിലെ ഏറ്റവും കൂടുതൽ ആൾക്കാരെ TRP ഉള്ള ഒരു സിനിമയാണ്. പിള്ളേർ ഇപ്പോഴും വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരിക്കുന്ന സിനിമയാണ്. ഞാൻ എപ്പോഴും എല്ലാവരോടും പറയാറുള്ളതാണ്, വാട്ട് യു ലീവ് ബിഹൈൻഡ് യു ഇസ് ഓൺലി അവർ നെയിം. അപ്പം നാളെ എൻ്റെ ഒരു കാലഘട്ടം കഴിഞ്ഞു സിനിമ കാണുമ്പം ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ അന്നേരം കാണിക്കും ചിലപ്പോൾ ഏഷ്യാനെറ്റ് ഉണ്ടെങ്കിൽ. കാരണം അവർക്ക് ഇപ്പോഴും വാല്യൂ കിട്ടുന്ന പടമാണ്, നമുക്കും പേരുള്ള പടമാണ്. അതിൽ വരുന്നുണ്ട് സന്തോഷ് ടിക്കറുള്ള പ്രൊഡ്യൂസറാണെന്ന്. നമ്മൾ എവിടെയെങ്കിലും ഒരു മാർക്ക് ഇട്ടിട്ട് പോകണം. പക്ഷെ പൈസയും കിട്ടിയ പടമാണ്. ഭയങ്കര പൈസയൊന്നുമല്ല, കാരണം അത് അന്ന് ഇറങ്ങിയപ്പം അതിന് രതീഷ് പുതിയാണ്, ആൾക്കാർക്ക് ഒരു ഭയങ്കര വിശ്വാസക്കുറവുണ്ടായിരുന്നു. പിന്നെ പടം നന്നായിട്ട് ഓടി. അതിന് സുരാജ് വെഞ്ഞാറമ്മൂടെ, സുരാജ് ഏട്ടനെ, സൗബിനൊക്കെ നമ്മളിവിടെ നന്നായിട്ട് തിയേറ്ററുകളൊക്കെ കയറി ഇറങ്ങി നന്നായിട്ട് പോയി. ന്യായമായ ലാഭം ഒരു ബിസിനസ്സിൽ നിന്ന്. ഇപ്പം എൻ്റെ പല ബിസിനസ്സുകളായിട്ട് നോക്കുമ്പോൾ സിനിമയിൽ എനിക്ക് കിട്ടിയേക്കുന്ന ലാഭം, പല സിനിമയിൽ കിട്ടിയേക്കുന്ന ലാഭം
ഭയങ്കര കൂടുതലാണ്. ഉം. ഞാൻ പറയുന്നത് നമ്മൾ വലിയ ബിസിനസ്സുകൾ ചെയ്ത് 5-8 കൊല്ലം കഴിഞ്ഞ് കണക്ക് കൂട്ടുമ്പോൾ കിട്ടുന്ന ലാഭം 5%, 8% അല്ലെങ്കിൽ 10% ഒക്കെ ആയിരിക്കും. പക്ഷേ സിനിമയിൽ കിട്ടിയേക്കുന്ന ലാഭം ഏകദേശം 27% ഉണ്ട് എനിക്ക് മൊത്തത്തിൽ നോക്കുമ്പോൾ. ഉം, ഉം. അന്നേരം എനിക്ക് അതും ലാഭമായിട്ടാണ് പോയത്. ഏലിയൻ അലിയൻ എന്നുള്ള ആൻഡ്രോയിഡിന്റെ സെക്കൻഡ് പാർട്ട് അതിനും സാർ കേസിലേക്കൊന്നും കടക്കേണ്ടതില്ല എന്നുള്ള രീതി വിട്ടുകൊടുക്കുക. ഞാൻ ഇന്ന് കേസ് ഇപ്പം ഏലിയൻ അളി എന്നുള്ള സിനിമ രതീഷ് നിർബന്ധിച്ച് എന്നെ അനൗൺസ് ചെയ്ത സാധനമാണ്. ഞാൻ അതിൽ എഴുതുന്ന ആൾക്കാർക്ക് അത് എഴുതാനുള്ള സ്ഥലവും അതിനുള്ള ചെലവും എല്ലാം കൊടുത്താണ്. എന്നാൽ പുള്ളി അത് അന്യഗ്രഹത്തിലേക്ക് പോകുന്നൊരു സിനിമ പുള്ളി പ്രൊഡ്യൂസ് ചെയ്യാൻ പോവാണെന്നും അത് പുള്ളി ഏതോ ഒരു ഇതിൽ പറഞ്ഞു. ഇത് തന്നെയാണ്, പേര് പറഞ്ഞില്ല. കേസ് കൊടുക്കത്തില്ല എന്ന് ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല, കേസ് കൊടുക്കുമെന്നും പറഞ്ഞിട്ടില്ല. ഇത് നമ്മളെ എങ്ങനെ ഹ്യൂമിലേറ്റ് ചെയ്യുന്നെന്നാണ് ഇതിനകത്തുള്ള ഒരു ക്വസ്റ്റ്യൻ. പക്ഷെ കഴിവതും ഇപ്പം പുള്ളിക്കൊരു സിനിമ എടുക്കണമെങ്കിൽ എന്നെ എൻ്റെ നമ്പറുണ്ട് അദ്ദേഹത്തിന് എന്നെ വിളിച്ചൊന്ന് ഒരു വാക്ക് ചോദിച്ചാൽ മതി. സന്തോഷേട്ടാ ഞാൻ ആ സിനിമ എടുത്തോട്ടെ, ഞാൻ 100% എടുത്തോളാന്നേ പറയത്തുള്ളൂ. അന്നേരം ഒരു കേസിൻ്റെ പ്രശ്നം അവിടെ ഉദിക്കുന്നില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ അതിനേക്കാളൊക്കെ സ്ക്രിപ്റ്റ് ഇഷ്ടം പോലെ ഇരിപ്പുണ്ട്. സ്ക്രിപ്റ്റ് ഇങ്ങനെ കെട്ടുകിടക്കുന്ന സ്ക്രിപ്റ്റ് ഇരിക്കുന്ന ഒരേ ഒരു ഡയറക്ടർ ചിലപ്പോൾ പുള്ളിയായിരിക്കും. പക്ഷെ ഒരു സംസാരം നമ്മളിപ്പോൾ കമ്മിറ്റ് ചെയ്തൊരു പ്രൊജക്റ്റ് തമ്മിലൊരു സംസാരം ഉണ്ടാവേണ്ടതല്ലേ? അതായത് എന്ത് കാരണം കൊണ്ടായിരിക്കും നമ്മൾ നിന്നത് മാറിപ്പോ? അല്ല, അന്നേരം പിന്നെ അതിനേക്കാളും പറയേണ്ടത് എന്നാൽ താൻ കേസുകളുടെ 2 ക്യാരക്ടറിനെ വെച്ചൊരു സിനിമ എടുക്കുമ്പം ഒരു വാക്ക് പറയാമല്ലോ. അതിന് മര്യാദ കാണിച്ചിട്ടില്ല. ഇതൊക്കെ ഇതൊക്കെ ഓരോരുത്തരുടെ ക്യാരക്ടറായിരിക്കാം. ചിലപ്പം അത് എന്താ പറയുന്നത്, അവർ വളർന്നു വന്ന ആ സാഹചര്യത്തിൽ അവർക്ക് കിട്ടിയേക്കുന്ന ഇതായിരിക്കാം. അത് തന്നെയാണ് രണ്ടിടത്തും സംഭവിച്ചേക്കുന്നത്. അത് തന്നെയാണ് ഈ പ്രൊഡ്യൂസേഴ്സിന് മുഴുവൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ സിനിമയിലെ അവസ്ഥ എനിക്കറിയത്തില്ല, ഇനി അറിയാമെങ്കിലും ഞാൻ പറയത്തില്ല. കാര്യം കാലം അത് എല്ലാം വിളിച്ചു പറയും.